ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരും സുഖവും സൗഖ്യവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരു ചിന്തയിലേക്ക് പോകാം. അതായത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ എന്ന്. അതായത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ല എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 11-ാം വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെയും പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. അപ്പോൾ എൻ്റെ എല്ലാ സ്നേഹിതർക്കും, എൻ്റെ സഹോദരി സഹോദരങ്ങൾക്കും ഈ വിഷയം മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും കർത്താവിൽ നിന്നുള്ളതല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ള മനുഷ്യരെ പോലെ തന്നെ നമ്മൾ ആത്മീയ മനുഷ്യരായിട്ടല്ല, ജഡിക മനുഷ്യരായിട്ട് ജീവിക്കുന്ന ഈ ലോകത്തിലെ മറ്റുള്ള ജാതികളെ പോലെയൊക്കെയും ആകുന്നു. നമ്മൾ കർത്താവിൻ്റെ മക്കളെന്ന് പേര് പറയും, നമ്മുടെ പ്രവൃത്തിയിൽ അതില്ലാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് കർത്താവിന് ഹിതകരമല്ലെന്ന് നമുക്കറിയാം. മോറോവർ, നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ആ ഈർഷ്യയും പിണക്കവും അഥവാ മനസ്സിലുണ്ടെങ്കിൽ തന്നെയും അതിനെ നമ്മൾ എടുത്തു കളഞ്ഞ് ആരോടാണ് പിണക്കമുള്ള അവരോടൊന്ന് കൂട്ടുകൂടുവാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കർത്താവ് പറയുന്നത് അങ്ങനെയാണല്ലോ, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീനെന്ന്. അത് ഞാനൊരു പുതിയ കൽപ്പന തരുന്നെന്നാണ് കർത്താവ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ നിന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ എത്രമാത്രം അത് ഡീപ്പായിട്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പലരും വന്നിട്ട് കാര്യസാധ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരും, അല്ലെങ്കിൽ ചുമ്മാ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മനുഷ്യർക്ക് കാണാൻ വേണ്ടിയിട്ട് സ്നേഹിക്കുന്നവരൊക്കെയുണ്ട്. എന്നാൽ സിൻസിയറായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അത് ദൈവസ്നേഹമായിരിക്കും. കർത്താവിനോട് നമ്മോടുള്ള സ്നേഹം പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ള ആ വാക്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുമ്പോൾ നമ്മൾ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളാണ്. അതായത്, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നുവെന്നും അവൻ അറിയുന്നില്ല. അപ്പോൾ സഹോദരനെ സ്നേഹിക്കാതിരുന്നാൽ നമ്മൾ ഇരുട്ടിലായിരിക്കുന്നത്. നമ്മൾ വെളിച്ചത്തിലായിരിക്കുന്നെന്ന് പറയുക, കർത്താവിൻ്റെ വെളിച്ചത്തിലായിരിക്കുന്നെന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിൽ തന്നെയാണെന്ന് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. പ്രത്യേകിച്ച് സഹോദരനെന്ന് പറയുമ്പോൾ കൂടെ പിറന്ന സഹോദരൻ മാത്രമല്ലല്ലോ, കർത്താവിൻ്റെ മക്കളായിട്ടുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ തന്നെയാണ്. കർത്താവിൻ്റെ സഹോദരന്മാരായ നമ്മൾ സഹോദരങ്ങളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഓരോരുത്തരും കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ള ഓരോരുത്തരല്ല വിശ്വസിക്കുന്ന ഓരോരുത്തരും അങ്ങോട്ടും നമ്മൾ തമ്മിൽ സഹോദരങ്ങളാണെന്നുള്ളത് മറക്കരുത്. ഇങ്ങനെ ഒരു സ്നേഹം നമ്മുടെ ഈ ക്രിസ്തീയ സമൂഹത്തിലല്ല, ക്രിസ്തീയ ഗോളത്തിലുണ്ടായിരുന്നെങ്കിൽ ഇത്രയും സഭകൾ ഒരിക്കലും ഉണ്ടാകുകയില്ലായിരുന്നു നമുക്കറിയാം. പ്രത്യേകിച്ച് വേർപാടിൻ്റെ വിശ്വാസത്തിലും അതുപോലെ തീവ്രമായിട്ട് കർത്താവിനെ ആരാധിച്ച് എപ്പോഴും ഹല്ലേലൂയായും പറഞ്ഞ് അത്രമാത്രം ദൈവത്തെ സ്തുതിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ പോലും അനേക ആയിരക്കണക്കിന് സഭകളാണ് ഇന്ന് ലോകത്ത് കാണുവാൻ സാധിക്കുന്നത്.
ഓരോ ആൾക്കാരുടെയും സ്വന്തം ഓരോ അഭിപ്രായമോ അല്ലെ ഓരോ സൗകര്യങ്ങളോ ഒക്കെ ആലോചിച്ചിട്ട് അവർ അല്ലെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് പുതിയൊരു സഭ തുടങ്ങുന്നു. എന്തായാലും ഒരുത്തർക്കുള്ള ആ സ്നേഹം അത് നമ്മൾ വീണ്ടെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളത്. പ്രത്യേകിച്ച് പറയുമ്പോൾ സഹോദരനെ സ്നേഹിക്കാതിരുന്നാൽ നമ്മൾ ഇരുട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. വെളിച്ചത്തിൽ നടക്കുന്നു പറഞ്ഞിട്ട് പ്രയോജനമില്ല. നമ്മൾ വെളിച്ചത്തിൽ തന്നെ നടക്കണം. നമ്മുടെ പ്രവൃത്തിയിൽ നിന്നാണത് തിരിച്ചറിയും നമ്മൾ വെളിച്ചത്തിലാണോ അല്ല ഇരുട്ടിലാണോ അത് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത്. കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അനുസരിക്കാം, നമ്മൾ അന്യോന്യം സ്നേഹിക്കാം, നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറ്റുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ തെളിയിച്ച് കാണിക്കാം. അതുപോലെ തന്നെ ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ കേട്ടല്ലോ ഇത് ഈ ജഡീക മനുഷ്യൻ നമ്മളിൽ ഈർഷ്യയും പിണക്കവും ഇല്ലാതിരിക്കണം. അതുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവും ഇല്ലാത്ത സാധാരണ ജനങ്ങളെ പോലെയാണെന്നുള്ളതാണ്. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇതിൽ നിന്ന് ആ ചെറിയ പോയിൻ്റ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ വീണ്ടും കഴിവുകൾ പ്രാപിച്ച് അനുദിനം നല്ലൊരു വിശുദ്ധിയുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. വചനത്തിൽ പറയുന്നുണ്ടല്ലോ, പാപമില്ല എന്ന് പറയുന്നെങ്കിൽ അത് വന്നിട്ട് നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കുകയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിലെ എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്, ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ രക്തത്താൽ കഴിവുകൾ പ്രാപിച്ച് ഒരു പുതിയ ജീവിതം നയിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു നല്ല വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നത് നമുക്ക് മറ്റുള്ള ജനത്തിനും നമ്മുടെ ചുറ്റുമുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഡേ.